ഹായ്, ഇന്നൊരു വെജ് മോമോ ഉണ്ടാക്കാം. അതൊരു സ്ട്രീറ്റ് ഫുഡ് ആൻഡ് ഹോട്ട് ആൻഡ് സ്പൈസി മോമോ. മോമോ ഉണ്ടാക്കാനുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കാം നമുക്ക്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി ശേഷം അതിലേക്ക് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയിട്ട് വീണ്ടും ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് ഇടാം. അതുകൂടെ ഒന്ന് നല്ലതുപോലെ സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് താഴ്ത്തിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഞാൻ ഡോ ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്നു, ഒരു 15 മിനിറ്റ് മുന്നേ. അത് നമുക്കൊന്ന് എടുത്ത് പരത്തി തിന്നായി ചപ്പാത്തീൻ്റെ ഷേപ്പാക്കി പരത്തിയെടുക്കാം. ഡോ തയ്യാറാക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതിനായി 1 കപ്പ് മൈദയിലേക്ക് 1 സ്പൂൺ ഓയിലും കുറച്ച് ഉപ്പുമിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ സോഫ്റ്റായി കുഴച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഞാനൊരു ടിഫിൻ്റെ മൂടി കൊണ്ട് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് മോമോൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഫില്ലിംഗ് വെച്ചതിന് ശേഷം നല്ലതുപോലെ മടക്കി അതിന് ഈ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. എൻ്റെ ഷേപ്പ് ഇതാണ്. ഇതുപോലെ ഞാൻ ഒരു 5-10 എണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്യാം. അതിനായി ആദ്യം സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാം. ഒരു 20 മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ച് സ്റ്റീം ചെയ്യാവുന്നതാണ്. സ്റ്റീം ചെയ്യുന്ന മോമോസ് ഹെൽത്തിയാണ്. കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാത്തത് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റും. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് നമുക്കിത് കഴിപ്പിച്ചാൽ വെജിറ്റബിൾസ് അവരുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും. മോമോസ് സ്റ്റീമായി വരുമ്പോഴത്തേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 ഉണക്കമുളക് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതും 2 തക്കാളി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും 2-3 അല്ലി വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വിനീഗറും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് 2 പിഞ്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും നല്ലതുപോലെ ഇളക്കി എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് ഇളക്കാം. നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി ടൊമാറ്റോ ചട്നി റെഡി ആണ്. ഇത് നമുക്ക് മോമോസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്.
നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച മോമോസ് ഒന്ന് തുറന്ന് നോക്കാം. 20 മിനിറ്റ് ആയി ഞാനത് വെച്ചിട്ട്. ഇതാ മോമോസ് തയ്യാറായി. നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി വെജ് മോമോ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫില്ലിംഗ് ആയി ചിക്കനോ പനീറോ എന്തെങ്കിലും ആഡ് ചെയ്യാം. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്.